നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നമ്മൾ കാണുന്നത് ശല്യർ എന്ന് പറയുന്ന മഹാരാജാവിനെ കുറിച്ചാണ്. മദ്ര രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം. മാത്രമല്ല പാണ്ഡവരിൽ നകുല സഹദേവന്മാരുടെ അമ്മയായ മാദ്രിയുടെ സഹോദരനും കൂടിയാണ്. അപ്പോ പാണ്ഡവരുടെ അമ്മാവനാണ് ശല്യർ. അങ്ങനെയുള്ള ശല്യർ വളരെ അഭ്യാസിയും ബലവാനും ധാരാളം സൈന്യബലവും ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമഭക്തനാണ്. പാണ്ഡവര് യുദ്ധസന്നാഹം നടത്തുന്ന വിവരം ദൂതന്മാർ മുഖേന ശല്യ മഹാരാജാവും അറിഞ്ഞു. അദ്ദേഹം തന്റെ വമ്പിച്ച സൈന്യവുമായി പാണ്ഡവരെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോ ശല്യന്റെ യാത്ര വരെ മുൻകൂട്ടി അറിഞ്ഞ ദുര്യോധനാദികൾ അദ്ദേഹത്തെ സൈന്യത്തെയും വഴിനീളെ സൽക്കരിച്ചു. സൽക്കാരത്തിന്റെ വലിപ്പവും പ്രൗഢിയും ഒക്കെ കണ്ട് ശല്യർ താൻ ഇന്ദ്രസമാനനാണെന്ന് പോലും വിചാരിച്ചു. ഇതെല്ലാം ദുര്യോധനൻ ഏർപ്പാട് ചെയ്താണെന്ന് അറിഞ്ഞപ്പോൾ ശല്യർക്ക് ദുര്യോധനോട് വല്ലാത്ത മതിപ്പും സ്നേഹവും ഒക്കെ തോന്നി. ഈ തക്കം നോക്കി ശകുനിയും ദുര്യോധനും കൂടി ശല്യരെ സമീപിച്ചു. തങ്ങൾ ദുർബലരും അരക്ഷിതരുമാണെന്നും അതുകൊണ്ട് തങ്ങളെ യുദ്ധത്തിൽ സഹായിക്കണമെന്നും ശല്യരോട് കേണു വീണ് അപേക്ഷിച്ചു. അദ്ദേഹം ദുര്യോധനാദികളിൽ അലിവ് തോന്നി. ആദ്യം ക്ഷണിക്കരുന്നവരെ സഹായിക്കുക എന്നതാണ് യുദ്ധമര്യാദ. ഈ നിലയിൽ ആദ്യം ക്ഷണിച്ച ദുര്യോധനെ തന്നെ സഹായിക്കാമെന്ന് ശല്യർ സമ്മതിച്ചു. എന്താണ് തന്നിൽ നിന്ന് കൂടുതലായി പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അതുകൂടി ചെയ്തു കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് നന്ദി പ്രകടിപ്പിച്ച് ദുര്യോധനൻ തങ്ങളുടെ സൈന്യത്തെ യുദ്ധത്തിൽ നയിക്കണമെന്ന് ശല്യരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം വാക്കു കൊടുക്കുകയും ചെയ്തു. എങ്കിലും ഉപപ്ലവത്തിൽ ചെന്ന് പാണ്ഡവാദികളെ കണ്ടിട്ട് തിരിച്ചു ഹസ്തിനപുരത്തിലേക്ക് വരാമെന്ന് അദ്ദേഹം ഉറപ്പു കൊടുത്തു. എന്നിട്ട് ശല്യർ ഉപപ്ലവത്തിലേക്ക് പുറപ്പെട്ടു. മദ്ര രാജാവ് വന്നെന്നറിഞ്ഞപ്പോൾ പാണ്ഡവർ വളരെ സന്തോഷിച്ചു. അവർ അദ്ദേഹത്തെ ഉചിതമായി സൽക്കരിച്ചു. കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി ആസന്നമായ യുദ്ധത്തെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു. അപ്പോഴാണ് താൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദുര്യോധനെ കണ്ടതും അവന്റെ ക്ഷണം സ്വീകരിച്ച് അവനെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തതുമായ കാര്യങ്ങൾ ശല്യർ പറയുന്നത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്ക് കുണ്ഠിതമുണ്ടായെങ്കിൽ അവർ അപ്രീതിയൊന്നും ഭാവിച്ചില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാൻ ദുര്യോധനന് വാക്കു കൊടുത്തിട്ടുള്ളത് ഉത്തമമായ കാര്യമാണ്. എന്നാൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം നിർവഹിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹം ധർമ്മത്തിന് നിരക്കാത്തതാണെന്ന് അങ്ങേക്ക് തോന്നിയേക്കാം. എന്നാൽ ലോകഹിതത്തിനു വേണ്ടി അത് കേൾക്കുകയും അംഗീകരിക്കുകയും വേണം. ഭവാൻ പോരിൽ സാക്ഷാൽ വസുദേവനോട് തുല്യനാണ്. അതുകൊണ്ട് അർജുനന്റെ സാരഥിയായി കൃഷ്ണനെ കാണുമ്പോൾ കർണന്റെ സാരഥ്യം അങ്ങ് ഏറ്റെടുക്കണം. അത് കർണൻ അങ്ങയോട് ആവശ്യപ്പെടും. അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അങ്ങ് അത് ഏറ്റെടുക്കുകയും വേണം. ആ യുദ്ധത്തിൽ ഭവാൻ അർജുനനെ കാക്കണം, എന്ന് വെച്ചാൽ അർജുനനെ സംരക്ഷിക്കണം. എനിക്ക് ഭവാൻ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ അതാണ് വേണ്ടത്. എനിക്ക് വേണ്ടി അങ്ങ് ഒരു ഇഷ്ടം ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ സാരഥിയാവും. ആ സന്ദർഭത്തിൽ കർണൻ അങ്ങയോട് പറയും കർണന്റെ സാരഥിയാകാൻ. എന്തുകൊണ്ടാണ്? അർജുനന്റെ, അതായത് പാണ്ഡവരുടെ അമ്മാവനാണ് ശല്യർ. അപ്പൊ എതിർപക്ഷത്ത് നിൽക്കുന്ന അമ്മാവന്റെ തേരിനെ ഉപദ്രവിക്കാനായിട്ട് അത്ര എളുപ്പം അർജുനൻ തയ്യാറാവുകയില്ല. തയ്യാറാവുമോ? ഇല്ല. അപ്പൊ അത് തന്നെ ആയിരിക്കും കർണൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങ് എനിക്ക് ചെയ്തു തരേണ്ടത് ഇത്രയും മാത്രമാണ്. അവനെ അകാരണീയമെങ്കിലും ഭവാൻ ഞങ്ങളുടെ ജയത്തിനു വേണ്ടി നിൽക്കണം എന്നാണ് പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ ശല്യരോട് ആവശ്യപ്പെട്ടത്. ശല്യർ പറഞ്ഞു, യുധിഷ്ഠിര, ഭവാന് മംഗളം ഭവിക്കട്ടെ. ഭവാന്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കാം. കൂടാതെ പോരിനൊരുങ്ങുമ്പോൾ കർണനെ തേജോവധം ചെയ്യത്തക്ക വിധത്തിൽ സംസാരിച്ച് അവന്റെ തേജസ്സും ഗർവും കളഞ്ഞ് അവനെ മൃതപ്രായനാക്കി തരാമെന്ന് ഭവാന്റെ മുമ്പിൽ ഇതാ ഞാൻ സത്യം ചെയ്യുന്നു. തുടർന്ന് കൗരവരുടെ
കശ്മല പ്രവർത്തികൾ കൊണ്ട് പാണ്ഡവർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ സ്മരിച്ച് ശല്യർ സഹതപിക്കുകയും മഹാന്മാരായ പലരുടെയും ദുരന്തത്തെ ചൂണ്ടിക്കാണിച്ച് പാണ്ഡവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ദേവേന്ദ്രൻ പോലും സഭാര്യനായി ഘോരമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഇതിഹാസ കഥയും പാണ്ഡവരെ പറഞ്ഞു കേൾപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു: ഏത് തുറയിലുള്ള ജീവികൾക്കും ദുഃഖം അനിവാര്യമാണ്. ഇന്ദ്രനെ പോലെ അങ്ങും അചിരേണ ശത്രുക്കളെ ജയിച്ച് രാജശ്രീയെ പ്രാപിക്കും. ശല്യർ യുധിഷ്ഠിരനോട് യാത്ര പറയുമ്പോൾ കർണന് സൂതനെ വേണ്ടി വരുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി യുധിഷ്ഠിരൻ ഒരിക്കൽ കൂടി ശല്യരെ ഓർമ്മപ്പെടുത്തി. അപ്രകാരം ചെയ്യാമെന്ന് യുധിഷ്ഠിരൻ ഉറപ്പു കൊടുത്തിട്ട് ശല്യർ തന്റെ വലിയ സൈന്യങ്ങളുമായി ഹസ്തിനപുരത്തിലേക്ക് പോയി. അവിടെ തിരിച്ചു ചെല്ലാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഹസ്തിനപുരത്തിൽ. അപ്പോ അവിടേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു ചെന്നു. പാണ്ഡവരുടെ സഹായത്തിന് ആദ്യമായിട്ട് എത്തിയത് കൃഷ്ണന്റെ ഉറ്റ മിത്രവും ഉറച്ച പാണ്ഡവപക്ഷപാതിയുമായ സാത്യകി ആയിരുന്നു. ഇദ്ദേഹത്തിന് യുയുധാനൻ എന്നൊരു പേര് കൂടിയുണ്ട്. ഒരക്ഷൗണി പടയുമായിട്ടാണ് അദ്ദേഹം പാണ്ഡവ സങ്കേതത്തിൽ എത്തിയത്. പിന്നീട് ചേതി രാജാവായ ദൃഷ്ടകേതു, ജരാസന്ധപുത്രനായ സഹദേവൻ, മഹാവീരനായ പാണ്ഡ്യരാജാവ് അവരൊക്കെ ഓരോ അക്ഷൗണി സൈന്യത്തോടെ എത്തിച്ചേർന്നു. പാഞ്ചാലരാജാവായ ദ്രുപദൻ, മത്സ്യരാജാവായ വിരാടൻ എന്നിവരും അവരുടെ അനേക സഹസ്രം പടയാളികളും ഉപപ്ലവത്തിൽ എത്തി പാണ്ഡവ പടയോട് ഒത്തുചേർന്നു. അതിനു പുറമെ നാനാദേശത്തു നിന്നും പാണ്ഡവരുടെ സഹായത്തിനായി അനവധി സൈന്യങ്ങൾ വന്നു ചേർന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ പാണ്ഡവ സൈന്യത്തിന് 7 അക്ഷൗഹിണി പടയുണ്ടായി. ഈ അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ ഓരോ കണക്ക് വെച്ചാണ് നമ്മൾ പറയേണ്ടത് എത്ര പടയാണെന്നുള്ളത്. പക്ഷെ ഇതിൽ ഓരോന്നിന്റെ, അതായത് രഥം, ആന, തേർ, കാലാൾ, ഇത് എത്രയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഈ ഓരോ അക്ഷൗണി ഏതൊക്കെയാണ് അക്ഷൗണി ആകുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ മനസ്സിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഒരക്ഷൗണിയില് 21,870 ആനകള്, 21,870 തേരുകൾ, 65,510 കുതിരകൾ, 1,09,350 കാലാൾപ്പടയും ഉണ്ടായിരിക്കും. ഇത് ഇത്രയും ചേർന്നാണ് ഒരക്ഷൗഹിണി. ഇപ്രകാരമുള്ള 7 അക്ഷൗഹിണി പടയാണ് പാണ്ഡവരുടെ പാളയത്തിൽ താവളമടിച്ചിരുന്നത്. എന്നാൽ ദുര്യോധനന്റെ ഭാഗത്ത് ധാരാളം രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും വന്നുകൂടി. രാജാക്കന്മാരിൽ പ്രമുഖരെന്നെടുത്ത ശല്യർ, ഭഗദത്തൻ, ഭൂരിശ്രവസ്, ജയദ്രഥൻ. ജയദ്രഥൻ ആരാണ്? ദുഷളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അതായത് കൗരവരുടെ 100 പേരുടെയും ഏക സഹോദരിയായ ദുഷള എന്ന് പറയുന്ന രാജകുമാരിയുടെ ഭർത്താവാണ് ജയദ്രഥൻ. കോതവർമ്മ രാജാവ്, സുദക്ഷിണൻ, അവന്തി രാജാവ്, കേകയന്മാർ എന്നിവരായിരുന്നു. എല്ലാരും കൂടി 11 അക്ഷൗണി പടയാണ് ഉണ്ടായിരുന്നത്. ഈ അക്ഷൗണികൾക്കൊക്കെ പാർക്കാൻ ഹസ്തിനപുരത്തിൽ ഇടമില്ലാതിരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലായി അവരെ പാർപ്പിച്ചു. അപ്പൊ ആന, തേര്, കുതിര, കാലാൾ ഇത്രയും കൂടെ കൂട്ടുമ്പോ തന്നെ ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ സന്നാഹങ്ങൾ ഉണ്ടാകും. ആന 21,870, തേര് 21,870, കുതിര 65,510, കാലാൾ 1,09,350. അപ്പൊ ഇത് ഇത്രയും കൂടെ കൂടുമ്പോഴാണ് ഒരു അക്ഷൗണി ആകുന്നത്. അപ്പൊ ഏകദേശം 2 ലക്ഷത്തോളം, 2 ലക്ഷത്തിന് പുറമത്താവും. അത്രയുമാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ 7 അക്ഷൗഹിണിയെ പാണ്ഡവർക്കുള്ളായിരുന്നു. പക്ഷെ 11 അക്ഷൗഹിണി പട ദുര്യോധനാദികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രകാരം ഇരുഭാഗക്കാരും പടയൊരുക്കം നടത്തുന്നതിനിടയിൽ ദ്രുപദന്റെ സന്ദേശവാഹകനായ പുരോഹിത ധൃതരാഷ്ട്രരെ കാണാനെത്തി. പുരോഹിതൻ അദ്ദേഹത്തെ വന്നിച്ച് കുശലപ്രശ്നമൊക്കെ ശേഷം, ധൃതരാഷ്ട്രരും പാണ്ഡവരും ഒരേ അച്ഛന്റെ മക്കളാണ്, എന്നാൽ പൈതൃകമായ ധനം അവരിരുവർക്കും ഒരുപോലെയാണ്. എന്നാൽ പല വിധത്തിലുള്ള ഉപായങ്ങൾ കാട്ടി ഇതെല്ലാം ധൃതരാഷ്ട്രർ കൈയടക്കി വച്ചിരിക്കുന്നു. പാണ്ഡവർ സഭയിൽ വെച്ച് ക്ലേശങ്ങൾ സഹിച്ചു.
അതിനുശേഷം ആരണ്യവാസവും അജ്ഞാതവാസവും നടത്തി മഹാശയന്മാരായ അവർ കഴിഞ്ഞതെല്ലാം വിസ്മരിക്കാൻ തയ്യാറാണ്. അവർ സന്ധിയാകാൻ കാക്ഷിക്കുന്നു. സന്ധിയാകുക എന്ന് പറഞ്ഞാൽ ഒത്തുചേരാനായിട്ട്, പിണക്കമൊക്കെ മറക്കാനായിട്ട് അവര് തയ്യാറാണ്. ബലവാന്മാരായ അവർ അവരുടെ കാര്യം നേടാൻ ശക്തരാണെങ്കിൽ അവർ യുദ്ധത്തിന് കാരണക്കാരാകരുതെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് 7 അക്ഷൗണിപ്പടയുണ്ട്, നിങ്ങൾക്ക് 11 അക്ഷൗണിപ്പടയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. ഈ 11 അക്ഷൗണിയെ നേരിടാൻ മഹാബാഹുവും ബഹുരൂപനുമായ കിരീടി ഒരാൾ മാത്രം മതി. ആരാണ് കിരീടി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അർജുനൻ. പാണ്ഡവരുടെ സൈന്യശക്തിയും സവ്യസാചിയുടെ സാമർഥ്യവും കൃഷ്ണന്റെ ബുദ്ധിയും ഏകോപിച്ചു നിൽക്കുന്ന പാണ്ഡവരോട് എതിർക്കാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ധർമാനുസരണം, കരാർ അനുസരിച്ച് കൊടുക്കേണ്ടത് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സന്ദേശവാചകനായ ദ്വിജസത്തമൻ എന്നാണ് ആ പുരോഹിതന്റെ പേര്. അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ഭീഷ്മർ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഭവാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അർജുനനോട് എതിർക്കുവാൻ ത്രാണിയുള്ളവർ ഈ ലോകത്തിൽ ആരുണ്ട്? 3 ലോകവും അവന്റെ നേരെ തിരിഞ്ഞാലും അവൻ എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. എങ്കിലും പാണ്ഡവർ ബന്ധുക്കളോട് ചേരാൻ പോരിനില്ലെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഉടനെ കർണൻ അക്ഷമയോടെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, വീണ്ടും എന്തിനാണ് പറയുന്നത്? അജ്ഞാതവാസകാലം കഴിയുന്നതിന് മുമ്പ് വെളിപ്പെട്ടത് കൊണ്ട് പാണ്ഡവർ കരാർ ലംഘിച്ചിരിക്കുകയാണ്. പൈതൃകമായ ഭൂമി ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ കരാർ പ്രകാരം വീണ്ടും അവര് 12 വർഷം കാട്ടിൽ പോയി പാർത്തിട്ട് വരട്ടെ. അപ്പോൾ ദുര്യോധനൻ പകുതി രാജ്യം കൊടുക്കും. അതല്ലാതെ ഭയപ്പെട്ട 6 അടി ഭൂമി പോലും ദുര്യോധനൻ കൊടുക്കുകയില്ല. ഭീഷ്മർ പറഞ്ഞു, എടോ രാധേയ, വീൺ വാക്ക് പറഞ്ഞത് കൊണ്ടൊന്നും പ്രയോജനമില്ല. വിരാടന്റെ ഗോക്കളെ മോഷ്ടിക്കുന്ന സമയത്ത് പാർത്ഥൻ നിന്നെ ഉൾപ്പെടെ എല്ലാവരെയും ജയിച്ചത് ഇത്ര വേഗം നീ മറന്നുപോയോ? പലപ്പോഴും പോരാട്ടത്തിൽ ജയിച്ചവന്റെ വീര്യം നിനക്ക് അറിവുള്ളതല്ലേ? ഈ ബ്രാഹ്മണൻ പറഞ്ഞ മാതിരി നാം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവന്റെ കൈകൊണ്ട് നാം എല്ലാം മണ്ണടിയും എന്നുള്ളത് ഓർത്തുകൊള്ളൂ. കർണന്റെ ധിക്കാരപൂർവമായ വാക്ക് കേട്ട് ധൃതരാഷ്ട്രർക്ക് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഭീഷ്മർ പറഞ്ഞത് ശരിയാണ്. ഹേ ബ്രാഹ്മണ, കർണന്റെ വാക്കുകൾ കാര്യമായി എടുക്കണ്ട. അങ്ങ് പാണ്ഡവരുടെ അടുത്തേക്ക് മടങ്ങൂ. ഇതേപ്പറ്റി തന്നെത്താനെ ചിന്തിച്ച് 2 ദിവസത്തിനുള്ളിൽ സഞ്ജയനെ അവരുടെ അടുത്തേക്ക് അയക്കാം. പുരോഹിതൻ മടങ്ങിയെത്തി വിവരമെല്ലാം പാണ്ഡവരെ അറിയിച്ചു. സഞ്ജയൻ വന്ന് അറിയിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ആകാംക്ഷയിൽ അവര് കഴിഞ്ഞുകൂട്ടി. പറഞ്ഞതുപോലെ സഞ്ജയൻ എത്തി. കുശലപ്രശ്നങ്ങൾക്കും ക്ഷേമാന്വേഷണങ്ങൾക്കും ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ സന്ദേശം അറിയിച്ചു. എന്തായിരുന്നു ആ സന്ദേശം? അല്ലയോ യുധിഷ്ഠിര, സമാധാനമാണ് എല്ലാവരും കാക്ഷിക്കുന്നത്. സമാധാനം കൊണ്ടേ സുഖം കിട്ടുള്ളൂ. ഒരു പ്രകാരത്തിൽ സമാധാനം തന്നെയാണ് സുഖം. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ലെന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. നിങ്ങള് യുദ്ധവും അനർത്ഥവും എല്ലാം ഒഴിവാക്കി ഹസ്തിനപുരത്തിൽ വരൂ. ഇവിടെ യാതൊന്നിനും ഒരു കുറവുമില്ല. പണ്ടെന്ന പോലെ സുഖമായി കഴിയാം. ഇങ്ങോട്ട് പോന്നാൽ മതി. അപ്പൊ ധൃതരാഷ്ട്ര സന്ദേശം സഞ്ജയനിൽ നിന്ന് കേട്ട പാണ്ഡവർ ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ അത്ഭുതപ്പെട്ടു. തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യത്തെ കുറിച്ച് ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങ് പോരൂ, ഇവിടെ സുഖസമൃദ്ധിയോടുകൂടി കഴിയാമെന്ന് മാത്രമാണ് ധൃതരാഷ്ട്രർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമസ്കാരം.